ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. 2M ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. 2M ഇൻഫോ സൊല്യൂഷൻ്റെ ലെറ്റ് മീ ലേൺ സീരീസിൽ ഗൂഗിൾ ട്യൂട്ടോറിയൽസ് ഫോർ ബിഗിനേഴ്സ് സീരീസ് 1-ൽ 6-ാമത്തെ പാർട്ടായ ഗൂഗിൾ മാപ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഗൂഗിൾ മാപ്സ് എന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ മാപ്സ് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. വഴിയറിയാൻ മാത്രമല്ല, ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. താഴെ വലതുവശത്തായി ഒരു ബ്ലൂ സർക്കിൾ ഇവിടെ കാണുന്നുണ്ട്. അതിലമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ കാണാം. നമുക്ക് പോകേണ്ട സ്ഥലം അടിക്കണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്ത് നമുക്കിപ്പോൾ പോകേണ്ട സ്ഥലം ഇപ്പോൾ എറണാകുളത്താണുള്ളത്. ഇപ്പോൾ സെൻട്രൽ സ്ക്വയർ മാൾ കൊച്ചി ആയിട്ടാണ്. സെൻട്രൽ സ്ക്വയർ മാൾ കൊച്ചി അവിടെ ക്ലിക്ക് ചെയ്യാം. ഡയറക്ഷൻ കൊടുക്കും. ഡയറക്ഷൻ കാണും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള അതിൻ്റെ ലൊക്കേഷൻ ശരിക്കും കാണുന്ന പോലെ, ഒറിജിനൽ കാണുന്ന പോലെ ആവുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ താഴെയായിട്ടൊരു പോലെ ആ ഒരു ഫോട്ടോസിൻ്റെ ഇത് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ഏകദേശം അതുപോലെ ഇതുപോലെ കാണാൻ ലൊക്കേഷൻ ഇപ്പോൾ നമുക്ക് നമ്മുടെ മാപ്പിൽ സേവ് ചെയ്യാനാണ്. അതായത് ഹോം അല്ലെങ്കിൽ വർക്ക്, അതായത് സേവ് ചെയ്യാൻ, ലൊക്കേഷൻ സേവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഏറ്റവും താഴെ എക്സ്പ്ലോർ യു കൊടുത്തിട്ടുണ്ട്. ആ യുവിൽ പോയി സേവ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോമിൽ കൊടുക്കണമെങ്കിൽ അത് ഹോമിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് വർക്കാണോ സ്ഥലമെങ്കിൽ വർക്ക് അത് സെറ്റ് ചെയ്തിട്ട് അതായത് അത് സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ലൊക്കേഷൻ നമുക്ക് സേവ് ചെയ്യാം. ഹോം, വർക്ക്, പിന്നെ വേറെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ സേവ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ, ഫ്രണ്ട്സിനും ആർക്കും ഷെയർ ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ സ്റ്റാർട്ട് കാണാം. അപ്പോൾ ഷെയർ എന്നുള്ള ഒരു ഇതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതിലാണ് കൊടുക്കേണ്ടത്, വാട്സപ്പിലാണോ ഇതിലാണോ ഇത് ചെയ്യേണ്ടതെങ്കിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ആ വരുന്ന പേഴ്സണ് നമുക്ക് മെസ്സേജ് എടുക്കാം. ഷെയർ സെൻഡ് ചെയ്യുന്നതാണ്. ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പോയ സ്ഥലങ്ങളെല്ലാം ലൊക്കേഷൻ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ പിക്ചർ അവിടെ, അപ്പോൾ അതിൽ പ്രൊഫൈൽ പിക്ചർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് യുവർ ടൈം ലൈൻ എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ടൈം ലൈൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ റൈറ്റ് സൈഡ് 3 ഡോട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലൊക്കേഷൻ ആൻഡ് പ്രൈവസി സെറ്റിംഗ്സ് തരേണ്ടത്. അതിനുശേഷം ഇവിടെ ഡിലീറ്റ് ആൾ ടൈം ലൈൻ ഡാറ്റ അത് പ്രസ് ചെയ്യുക. സേവ് ട്രിപ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൊടുത്ത്
ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 3 വാട്സപ്പ് നമ്പറുണ്ട്, അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. 2M ഇൻഫോ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.